ട്രെയിനിങ് ഓഫീസറും പറഞ്ഞു കൊടുക്കണം. ഒരുപക്ഷെ അവർക്ക് ട്രെയിനിങ് ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ബോളിംഗ് ഓഫീസർ ഈ ഫസ്റ്റ് ബോളിംഗ് ഓഫീസറിന്റെ തൊട്ട് അടുത്ത സീറ്റായിട്ട് അങ്ങോട്ട് ഇരിപ്പുണ്ടാവും, അടുത്ത ടേബിളിൽ. എന്താണ്? കസ്റ്റോഡിയൻ ഓഫ് 21A രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു രജിസ്റ്ററിന്റെ കസ്റ്റോഡിയൻ ആണ് ആര്? സെക്കൻഡ് ബോളിംഗ് ഓഫീസർ. ഞാനൊരു സാമ്പിൾ കാണിക്കുക, പഴയതാണ് കേട്ടോ. ഇനി ഇനി പോണ്ടേ, ഇതിപ്പോ ഈ വിശദീകരണം കൂടി എനിക്ക് ശേഷം വരാനിരിക്കുന്നവർ എന്നെ ഇച്ചിരി കൈമാറോ വെച്ച് കാണും. പറഞ്ഞ് നീട്ടി എന്തിനാന്ന് ചോദിക്കും. അതാ ഇനി എന്താണ്? കസ്റ്റോഡിയൻ ഓഫ് സെക്കൻഡ് ബോളിംഗ് ഓഫീസർ എന്തിന്റെ കസ്റ്റോഡിയനാ? വോട്ടേഴ്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞ 21A എന്ന് പറഞ്ഞ ഇത് ഞാൻ പറഞ്ഞു വന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന കളർ വല്ലതും വ്യത്യാസം ഉണ്ടെങ്കിൽ പിണങ്ങിയേക്കല്ലേ. കാണിച്ചത് മഞ്ഞയാണ്, തന്നത് ബ്ലൂ ആണെന്ന് പറഞ്ഞേക്കരുത്. ഇതാണ് വോട്ടേഴ്സ് രജിസ്റ്റർ. ഇതിനകത്ത് ഇങ്ങനെയുണ്ട്, വോട്ടേഴ്സ് രജിസ്റ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സീരിയൽ നമ്പർ, ക്രമ നമ്പർ ഇതേപോലെ ഓരോരോ റോസ് ആയിട്ട് ഉണ്ടാകും. ഓരോ വോട്ടർക്കും ഓരോ റോ നമ്പർ നമ്മൾ ഇടണ്ട, ഓൾറെഡി ഉണ്ടല്ലോ. ഒന്നാമത്തെ വോട്ടർ വന്നു കഴിയുമ്പോൾ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ, വോട്ടർ പട്ടിക ഉണ്ടല്ലോ, ആരുടെ കയ്യിൽ ഇരിപ്പുണ്ട്? ഫസ്റ്റ് ബോളിംഗ് ഓഫീസറുടെ കയ്യിലുണ്ട്. അതിനകത്ത് ഒരു ക്രമ നമ്പർ ഉണ്ട് ആ വോട്ടർക്ക്. അതെങ്ങനെ സെക്കൻഡ് ബോളിംഗ് ഓഫീസർ അറിയും? ഫസ്റ്റ് ബോളിംഗ് ഓഫീസർ അന്ന് രാവിലെ പൂവൻകോഴി ഉറക്ക വിളിക്കുന്നവർക്ക് 35 നിയാസ്, 46 ശോശാമ്മ, ഇങ്ങനെ ഉറക്കെ പറയണം. അങ്ങനെ ആറ് കേൾക്കും. സെക്കൻഡ് ബോളിംഗ് ഓഫീസർ കേട്ടിട്ട് ഇവിടെ രേഖപ്പെടുത്തി വെക്കും. എന്നിട്ട് സെക്കൻഡ് ബോളിംഗ് ഓഫീസർ എന്ത് ചെയ്യണം? ക്രമ നമ്പർ രേഖപ്പെടുത്തിയിട്ട് ഇവിടെ മൂന്നാമത്തെ കോളമിൽ ഒപ്പ് വാങ്ങണം. ആരുടെ? ഈ വന്ന വോട്ടറുടെ. ഒപ്പിടാൻ അറിയാത്ത ആളാണെങ്കിൽ ആ വിരൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് മഷിയിൽ അപ്പൊ വിരൽ അടയാളം വാങ്ങണം. പിന്നെ ഒരു റിമാർക്സ് കോളം ഉണ്ട്. എന്തെങ്കിലും റിമാർക്സ് വരികയാണെങ്കിൽ നമുക്ക് അത് രേഖപ്പെടുത്താം. ഒരു റിമാർക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വോട്ടർ കടന്നൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ അദ്ദേഹത്തിന് അപ്പോഴാണ് തോന്നുന്നത്, ഈ ജനാധിപത്യം, എന്ത് ജനാധിപത്യം, വോട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങ് പോകും, സ്വന്തമായിട്ട് അങ്ങ് പോകും. ഇപ്പൊ രജിസ്റ്ററിൽ വന്നു കഴിഞ്ഞു, വോട്ട് ചെയ്യാതെ പോയി. ഇപ്പൊ രജിസ്റ്ററിൽ വന്നപ്പോൾ ഒരു എൻട്രി ആയി രജിസ്റ്ററിൽ. വോട്ട് ചെയ്യാതെ പോകുമ്പോൾ ഒരു വോട്ട് കുറയും. എവിടെ? കൺട്രോൾ യൂണിറ്റിൽ ഒരു വോട്ട് കുറയും. അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളോട് 24A എന്ന് പറഞ്ഞ ആ ഫോമിൽ ചോദിക്കുന്നുണ്ട് ആരൊക്കെ വോട്ട് ചെയ്യാതെ പോയി. അപ്പൊ നമ്മൾ അവിടെ രേഖപ്പെടുത്തി കഴിയുമ്പോൾ ഈ കണക്ക് ശരിയാവും. കണക്ക് ടീച്ചറാണോ നോക്കുന്നത്? ശരിയാണോ ഈ പറയുന്നതൊക്കെ? അപ്പോൾ 21A രജിസ്റ്ററിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏറെക്കുറെ ആയല്ലോ. ഇനി ചില ആളുകൾ വോട്ട് ചെയ്യാൻ വന്നിട്ട് ഞാൻ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഉറക്കെ പറയുകയോ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ പാലിക്കേണ്ട ആ രഹസ്യ സ്വഭാവം ബ്രീച്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ ആക്ട് ചെയ്യുകയോ ചെയ്താൽ അയാളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യാതെ ഒരാളെ പറഞ്ഞയക്കുകയാണെങ്കിൽ അതെവിടെ എഴുതണം? ഈ 24A രജിസ്റ്ററിൽ നമ്മളോട് ചോദിക്കും വോട്ട് ചെയ്യാതെ പോയത് എത്ര പേര്, വോട്ട് ചെയ്യിക്കാതെ പറഞ്ഞു വിട്ടവർ എത്ര പേര്, എന്നിട്ട് മെഷീനിലെ വോട്ടും ഇതൊക്കെ ആയിട്ട് ടാലി ചെയ്ത് വരും. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം. എന്താണ്? ഇഷ്യൂ വോട്ടേഴ്സ് സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുക കൂടി ചെയ്യണം. ആ വോട്ടേഴ്സ് സ്ലിപ്പാണ് ഞാൻ നോക്കിയത്. കണ്ടോ, ഇതാണ് കാര്യം. ഇതാരാ ചെയ്യേണ്ടത്? സെക്കൻഡ് ബോളിംഗ് ഓഫീസർ വോട്ടർ സ്ലിപ്പ്. ഇതിനകത്ത് വലുതായിട്ട് കാര്യമൊന്നുമില്ല. ക്രമ നമ്പർ രേഖപ്പെടുത്തുക, സമ്മതിദായകന്റെ ക്രമ നമ്പർ, വോട്ട് രജിസ്റ്ററിലെ ക്രമ നമ്പർ, ആ 21A രജിസ്റ്ററിലെ ക്രമ നമ്പർ, ഇതും കൂടി എഴുതിയിട്ട് ആര് കൊടുത്തുവിടണം? സെക്കൻഡ് ബോളിംഗ് ഓഫീസർ വോട്ടറുടെ കൈവശം കൊടുത്ത് അങ്ങോട്ട് വിടുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. മഷി ഇടണം. ആ ജോലി നമുക്ക് തന്നെയാണ്. സെക്കൻഡ് ബോളിംഗ് ഓഫീസർക്കാണ്. വളരെ വിശദമായിട്ട് അതിന്റെ പിക്ചറൊക്കെ ഇവിടെ വരുന്നുണ്ട്. 21A എന്ന് പറഞ്ഞ രജിസ്റ്റർ ഒന്നുകൂടി കണ്ണു തുറന്ന് കാണാം. നോക്കിക്കാൻ
ഇതാണ് ക്രമ നമ്പറുണ്ട്. വോട്ടർ പട്ടികയിലെ സമ്മതിദായകന്റെ ക്രമ നമ്പറുണ്ട്, സമ്മതിദായകന്റെ ഒപ്പോ വിരലടയാളമോ, പിന്നെ റിമാർക്സ് കോളം, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതാണ് രജിസ്റ്റർ. പിന്നെയോ ഒരു വിരൽ നമ്മുടെ മുന്നിൽ വെച്ചെന്നും പറഞ്ഞ് മൊത്തത്തിൽ അടിച്ച് പുറത്ത് എല്ലാം കൂടി കറുപ്പാക്കി വിടരുത്. നമ്മളോട് ആകെ പറഞ്ഞിട്ടുള്ള എന്തുവാ, ഒരു വര വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതങ്ങ് നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കണം. വേണമെങ്കിൽ ആ വിരലൊന്ന് ഒരു 10 സെക്കൻഡ് പിടിച്ചു വെച്ചോളാം, കുഴപ്പമില്ല. കാരണം അതൊന്ന് ഉണങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ജെൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചേ കൊണ്ട് വിരലിലൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെറുതെ ഇപ്പം അകത്തു പോകേണ്ട അവസ്ഥയിലോട്ടാണ് ഓരോരുത്തർ പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ചുമതലയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്തത് തേർഡ് പോളിംഗ് ഓഫീസറിന് കൈവയ്ക്കുക. ഇവിടെ ഉണ്ടെങ്കിൽ വേണ്ട കൈവക്കാൻ. ആരെങ്കിലും ഉറങ്ങുന്നവരുണ്ടെങ്കിൽ അത് കൈവക്കാൻ പറ, അവർ നോക്കിക്കോളൂ. അപ്പൊ തേർഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? 1, ഒരു സുന്ദരമായ കൺട്രോൾ യൂണിറ്റിൽ വെച്ച് രാവിലെ മുതൽ ഇരിക്കുക എന്നുള്ളതാണ് ജോലി. എന്നിട്ടോ ഓരോ വോട്ടറും കടന്നു വരുമ്പോൾ അയാൾക്ക് വേണ്ടി ഈ ബാലറ്റ് ബട്ടൺ അമർത്തണം. പിന്നെയോ ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസർ കൊടുത്തു വിട്ട എന്താ ഒരു ഉഷാറില്ലായിരിക്കുന്ന, ഫോളോ ആകുന്നില്ലേ? ആകുന്നുണ്ടല്ലോ, പിന്നെന്താ ചിരിച്ചോണ്ടിരിക്കേ. ഇത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ്. അപ്പൊ അതൊരു വലിയ അവസരമല്ലേ. നമ്മൾ എവിടെ നിന്നൊക്കെയാ വരുന്നത്? തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ആലുവ, എവിടെ നിന്നൊക്കെ വന്നിട്ടാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ കയ്യിൽ നിന്നും കൊടുത്തുവിട്ട ആ സ്ലിപ്പ് വാങ്ങി വെക്കണം. പിന്നെ മഷി ആവശ്യത്തിനുണ്ടോ, കാരണം നമ്മുടെ ചുരിദാറിലൊക്കെ ആവശ്യത്തിന് അതിന്റെ കളർ വരേണ്ടതാണ്, ഉണ്ടോ എന്ന് നോക്കുക. പിന്നെയോ ഇത് പറയുന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ ആർക്ക് വരുത്താം. ഈ പറഞ്ഞതെല്ലാം ഫസ്റ്റ് പോളിംഗ് ഓഫീസറിന്റെ ഡ്യൂട്ടി പറഞ്ഞു, സെക്കൻഡ് പോളിംഗ് ഓഫീസറിന്റെ ഡ്യൂട്ടി പറഞ്ഞു, തേർഡ് പറഞ്ഞു, ചിലപ്പോൾ ഫോർത്ത് ഉണ്ടാവും നമ്മുടെ ലോക്സഭാ നിയമസഭ. അപ്പോൾ ഒരാൾ ചോദിക്കും ഈ പ്രിസൈഡിംഗ് ഓഫീസർ ഒന്നും ചെയ്യണ്ടേന്നാണ് ചോദിക്കുന്നത്. അവരുടെ വിചാരം അങ്ങനെയാണ്, പ്രിസൈഡിംഗ് ഓഫീസർ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതി. പക്ഷേ ഒരു കെട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ടാകും. അത് ആപ്ലിക്കേഷൻ അല്ല, ഫോംസ്, അത് ഫില്ല് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അപ്പൊ ഞങ്ങളൊരു പോളിംഗ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഈ കൺട്രോൾ യൂണിറ്റും വാങ്ങി തന്റെ ടേബിളിൽ വെച്ചിരിക്കുകയാണ് പ്രിസൈഡിംഗ് ഓഫീസർ. അതിന്റെ കാര്യം വല്ലതും ഉണ്ടാകും. വെറുതെ ആ ജോലിയും കൂടി നമ്മൾ എടുത്ത് വെക്കണം. അതിന് തേർഡ് പോളിംഗ് ഓഫീസർ ഉണ്ട്. അതേ എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ കൈ വയ്യെന്നും പറഞ്ഞ് ഓർത്തോ കാണാൻ പോകും. കാരണം കുത്തു 900 വോട്ടർമാരുണ്ടെങ്കിൽ അത്രയും കുത്തുണ്ട്. അപ്പൊ അതങ്ങനെ പൊക്കോളും. അപ്പൊ തേർഡ് പോളിംഗ് ഓഫീസർ ഡ്യൂട്ടി പിടികിട്ടിയ ഇനി വോട്ടെടുപ്പൊക്കെ ആരംഭിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ സംഭവം എന്തായി? മെഷീൻ കംപ്ലൈന്റ് ആയാൽ എന്ത് ചെയ്യണം? ഈ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ട്. ബാലറ്റ് യൂണിറ്റ് കേടായാൽ അത് മാറ്റി വെക്കുക, കൺട്രോൾ യൂണിറ്റ് അത് മാറ്റി വെക്കുക, വിവിപാറ്റ് കേടായാൽ അത് മാറ്റി വെക്കുക. ആർക്കും ഒരു സംശയം തോന്നിയില്ല. വിവിപാറ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് ഒരാൾ വന്നു. ആരാ ഒരു സാർ ഇങ്ങനെ എനിക്ക് ചോദിച്ചായിരുന്നു, ഇപ്രാവശ്യം ഇവിടെ വിവിപാറ്റ് ഉണ്ടോ? ഹൈ, ഓക്കെ. വിവിപാറ്റ് ഇല്ല, ആകെപ്പാടൊരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റും മാത്രം. പക്ഷെ നമ്മുടെ കൂട്ടുകാർ അപ്പുറത്ത് പോകുന്നുണ്ട്. എവിടെയാ? പഞ്ചായത്തിലേക്ക്. അവർക്ക് എത്രയാ? 3 ബാലറ്റ് യൂണിറ്റ്, ഒരു കൺട്രോൾ യൂണിറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ പ്രിസൈഡിംഗ് പോളിംഗ് ഓഫീസർമാർ 4 പേരും പോകുന്ന ഓരോ പെട്ടിയും പിടിച്ചോട്ടാ. ഇതിപ്പോ നിങ്ങളെ കൊണ്ടത് പെട്ടി പിടിക്കാൻ ആള് ഞാനെന്ന് പറഞ്ഞ് നിൽക്കും. കാരണം എന്താ? ആകെ 2 പെട്ടിയും 4 പേരും ഉണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, കംപ്ലൈന്റ് ആയാൽ എന്ത് ചെയ്യണം? കംപ്ലൈന്റ് ആയാൽ എന്ത് ചെയ്യണം? മൊത്തം മാറ്റി വെക്കണം. അതാണ് കംപ്ലൈന്റ് ആയാലുള്ള ഒരു പ്രശ്നം. ഇനി അത് കംപ്ലൈന്റ് ആയാൽ ഞാൻ നന്നാക്കാന്ന് പറഞ്ഞ് നിൽക്കണ്ട. അതിന് ആരെ വിളിക്കണം? സെക്ടറൽ ഓഫീസേഴ്സിനെ വിളിച്ചാൽ അവർ വരും. അവരുടെ വണ്ടിയിൽ ഒരു 5-6 കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും ഓൾറെഡി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാണ് കേടാകുന്നത് അവിടെ കൊണ്ട് തരും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 53 വാർഡുകൾ ഏതാണ്ട് മുനിസിപ്പാലിറ്റിയിലുണ്ട്.
ഓരോ വാർഡിലേക്കും ഓരോ മെഷീൻ സെറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ ഒരു വാർഡിൽ കേടായി കഴിഞ്ഞാൽ ആ മെഷീൻ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യണം. കാൻഡിഡേറ്റ് സെറ്റ് എന്ന് പറഞ്ഞ കമ്മീഷനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്തെങ്കിൽ മാത്രമേ ആ വാർഡിലേക്ക് ഉള്ളതായി മാറത്തുള്ളൂ. അതിന് 1/4 മണിക്കൂർ പിടിക്കും ഒന്ന് റെഡിയായി വരാൻ. അപ്പൊ ക്യൂവിലൊക്കെ ആള് കൂടും. ഏജന്റുമാര് വിളിച്ചു ചോദിക്കും എന്താണ് തുടങ്ങാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പൊ പ്രിസൈഡിങ് ഓഫീസറൊക്കെ കൂൾ ഡൗൺ, ഇപ്പൊ റെഡിയാക്കി എടുക്കാന്ന് നമ്മൾ പറഞ്ഞ് അങ്ങ് തരണം ചെയ്യണം. ഇപ്പൊ തന്നെ നമ്മൾ കേൾക്കുന്നില്ലേ ഈ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്നില്ലേ? ഈ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ, അങ്ങനെയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ വില്ലേജ് 6 വർഷം 7 വർഷം വില്ലേജ് ഇരിക്കുക. രാവിലെ മുതൽ പബ്ലിക്കിൻ്റെത്, രാഷ്ട്രീയക്കാരുടേത്, പിന്നെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം കേട്ട് ആരായിരിക്കുന്ന അവരാരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോകുന്നുണ്ടോ? പിന്നെ BLOമാർ പോയി ആത്മഹത്യ. ഇപ്പൊ വീണ്ടും BLOമാരുടെ ജോലിയും കൂടി എടുത്ത് വില്ലേജ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തു. കാരണം ഈ മൊബൈൽ ഫോണിലൊക്കെ ആഡ് ചെയ്യാനും സ്കാൻ ചെയ്യാനും എല്ലാ വില്ലേജിലും ഉദ്യോഗസ്ഥന്മാരിരുന്നിട്ട് അവരെ സഹായിക്കുക. അപ്പൊ വില്ലേജർമാരുടെ കാര്യം ഒന്ന് ആലോചിക്കണം. കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് ഭയങ്കര സമ്മർദ്ദങ്ങളുടെ മേൽ സമ്മർദ്ദമായിട്ടിരിക്കുന്ന വില്ലേജർമാർ. അപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു രാത്രിയിൽ മാറി ചെലവഴിച്ചുകൊണ്ട് നമ്മൾ പോളിംഗ് ഓഫീസർ പ്രിസൈഡിങ് ഓഫീസർമാരായിട്ടിരിക്കുമല്ലേ, നമുക്കത് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അങ്ങനെ EVM കേടായി മാറ്റിവെച്ചാൽ മോക്കോൾ നടത്തണം. അത് ഓർക്കണം. അത് ആദ്യം മോക്കോൾ നടത്തി. അതുകൊണ്ട് ഇനി ഇത് വേണ്ടാന്ന് വിചാരിക്കരുത്. കേടായാൽ രണ്ടാമത് മോക്കോൾ അതിൻ്റെ നടത്തണം. അങ്ങനെ ഒരു വോട്ടർ കടന്നു വന്ന് വോട്ട് ചെയ്തങ്ങ് പോയി. പിന്നെ ഇതങ്ങ് സ്മൂത്തായിട്ട് ഇതങ്ങ് പൊക്കോളും. എന്നാൽ ഇടയ്ക്കൊരു കല്ലുകടി ഉണ്ടാവും. ആ കല്ലുകടിയിൽ ഒന്നാമത്തെ കല്ലുകടിയാണ് ഈ പറയാൻ പോണത്. എന്തുവാ വായിക്ക്. ചലഞ്ചഡ് വോട്ട്. ചലഞ്ചഡ് വോട്ട് എന്താണെന്ന് പറയാമോ? ഇത്ര പാടൊന്നും പറയണ്ട കേട്ടാ. ഞാനിത് വീഡിയോ ഇട്ട് തരാം നിങ്ങൾക്ക്. കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കല്ലുകടി വരാൻ സാധ്യത എന്തുവാ? ചലഞ്ചഡ് വോട്ട്. എന്താണ് ചലഞ്ചഡ് വോട്ട് പറയാവോ? ആൾമാറാട്ടം. കുറച്ചൊക്കെ അറിയാൻ കേട്ടോ, സാറിന് അറിയാം. അപ്പോൾ ഒരു വോട്ടർ കടന്നു വന്ന് ഫസ്റ്റ് പോളിംഗ് ഓഫീസറിന്റെ അടുത്ത് വന്ന് രേഖകളൊക്കെ പരിശോധിക്കുന്നതിനിടയിൽ ഏജന്റുമാരിൽ നമ്മുടെ കൂടെ ഏജന്റുമാരുണ്ടാവും. പുറയിൽ ഒരു റോയിൽ ഏജന്റുമാർ ഇരിപ്പുണ്ടാവും. അവരിൽ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയും, ഈ വരുന്നയാൾ ആൾമാറാട്ടക്കാരനാണെന്ന് പറയാം, ഈ വരുന്നയാൾ കള്ളവോട്ട് ചെയ്യാൻ വന്നയാണെന്ന് പറയാം, ഈ വരുന്നയാൾ ഈ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർ അല്ല എന്നുള്ള ഒരു ചലഞ്ച് അങ്ങ് നടത്തുകയാണ്. അതിനുള്ള അവകാശം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ നിയമം അനുസരിച്ച്, സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ച് ഏജന്റുമാർക്ക് അങ്ങനെ ഒരു ഇത് നടത്താം. അപ്പൊ ഏജന്റുമാർക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ പൈസ ചെലവാണ്. അവൻ നേരത്തെ പറഞ്ഞാണ് എത്ര രൂപ വേണം? 10 രൂപ. 10 രൂപ എങ്ങനെ വെക്കണമെന്നാ പറയുന്നതെന്നറിയാമോ? എങ്ങനെ വെക്കണം? കെട്ടി. അങ്ങനെ കേട്ടിട്ടില്ലേ? 10 രൂപ കെട്ടി വെക്കണമെന്നാ പറയുന്നത്. അങ്ങനെ കെട്ടി പ്രിസൈഡിങ് ഓഫീസറുടെ മുമ്പാകെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചലഞ്ചറായിട്ട് അങ്ങോട്ട് പരിഗണിക്കാൻ പോവുകയാണ്. അങ്ങനെ 10 രൂപ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിയ ഏജന്റിന് ഒരു റെസിപ്റ്റ് എഴുതി കൊടുക്കണം. അത് നമ്മുടെ ബുക്കിലുണ്ട്. ആ റെസിപ്റ്റ് എഴുതി കൊടുക്കണം. അങ്ങനെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ടേബിളിൽ നിന്നും വിഷയം നമ്മൾ തൽക്കാലം എടുത്ത് പ്രിസൈഡിങ് ഓഫീസറിലേക്ക് മാറ്റിയേക്കണം. കാരണം ഇവിടെ സ്മൂത്ത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇതിന്റെ പേരിൽ തടസ്സപ്പെടാൻ പാടില്ല. അങ്ങനെ പ്രിസൈഡിങ് ഓഫീസർ ഇത് പരിശോധിച്ചൊക്കെ നോക്കുന്നതിനിടയിൽ 1-2 ഡോക്യുമെന്റ് കൂടി കൊണ്ടുവരണോ എന്ന് ഇദ്ദേഹത്തോട് പറയുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നു, എന്നാൽ ഞാൻ വീട്ടിൽ പോയ അലമാരിയിൽ നിന്നും എൻ്റെ ഡോക്യുമെന്റ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ ആ ചലഞ്ച് വിജയിച്ച്, ശരിയല്ലേ? വിജയിച്ചിട്ടുണ്ട് എങ്കിൽ ആ 10 രൂപ തിരികെ കൊടുക്കണം. ആർക്ക്? ആ വെച്ച ഏജന്റ്. ആ ഏജന്റിന് തിരികെ കൊടുക്കുമ്പോൾ നമ്മൾ ആ എഴുതിയ ഫോമിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ അദ്ദേഹം അത് കൈപ്പറ്റി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി ഒപ്പിട്ട് വാങ്ങി വെക്കാം. അപ്പൊ ചലഞ്ച് വോട്ട് മനസ്സിലായല്ലോ.
ഇനിയുണ്ട്. ഈ ചലഞ്ച് വോട്ടിന്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വോട്ടർ വന്നു, പ്രിസൈഡിംഗ് ഓഫീസറുടെ ടേബിളിലോട്ട് കാര്യങ്ങൾ പോയി, ചലഞ്ച് ചെയ്ത് ആ വിഷയം അങ്ങോട്ട് പോയി. അങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസറൊക്കെ രേഖകൾ പരിശോധിച്ച് നോക്കി, ഇദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇയാൾ ഇവിടുത്തെ വോട്ടർ തന്നെയാണ്. ഒരു സംശയത്തിനും ഇട വരാത്ത രീതിയിൽ പ്രിസൈഡിംഗ് ഓഫീസറിന് മനസ്സിലായി. അപ്പോൾ അയാളെ വോട്ട് ചെയ്യാൻ അനുവദിക്കണമല്ലോ. അപ്പം വോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ഈ പ്രൊസീജിയറൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുന്നു. അപ്പൊ കെട്ടിവെച്ച പൈസ ആർക്ക് നഷ്ടപ്പെട്ടു? ഏജൻസിന് പോയി. ആർക്ക് കിട്ടി? പ്രിസൈഡിംഗ് ഓഫീസറിന് കിട്ടി. കൊണ്ടുപോവാ. അതും കൊണ്ട് പോകരുത് വൈകുന്നേരം. പിന്നെ ഫോൺ വിളിക്കേണ്ടി വരും. ആ പൈസ നമ്മൾ വൈകുന്നേരം റെസിപ്റ്റ് ബാക്ക് സെന്ററിൽ വെച്ച് കൊടുത്തേക്കണം. അപ്പൊ അതാണ് ചലഞ്ചഡ് വോട്ട്, ഒരു കല്ലുകടി. ഇനി അടുത്തത്, അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് അടുത്തത് വരുന്നത്. എന്താണ് വന്നത്? അതിന്റെ പേരെന്താണ്? ടെൻഡേഡ് വോട്ട് എന്ന് പറയും. അതിനെ കുറിച്ച് അറിയാവാ? സാറിനറിയാം ടെൻഡേഡ് വോട്ട്? ആരാ? പുള്ളിക്കാരൻ നേരത്തെ ഒന്ന് ചെയ്തു പോയാൽ വേറൊരാള്. അപ്പൊ നമുക്ക് അതിന്റെ സാധ്യത ഇങ്ങനെ പറയാം. ഒരു വോട്ടർ ഇങ്ങനെ കടന്നു വന്ന്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഇങ്ങനെ നോക്കി, എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വെട്ട്. ആ മാർക്ക്ഡ് കോപ്പിയിലെ ആ വന്ന വോട്ടറുടെ ആ കോളം ഉണ്ടല്ലോ, അവിടെ വെട്ടിട്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന്റെ അവിടെ വന്ന് വോട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ വന്നയാൾ യഥാർത്ഥത്തിൽ ഇച്ചിരി സ്ലോയിലെ ആള്, പയ്യെ വരത്തുള്ളൂ. രാവിലെ കുളിച്ച് റെഡിയായി ഒക്കെ ഇറങ്ങി വരുമ്പോൾ 11-12 മണിയൊക്കെ ആകും. പക്ഷേ ഏതോ ഒരു മിടുക്കൻ വന്ന് ഇദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് വോട്ട് ചെയ്തങ്ങ് പോയി. ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ പറ്റിച്ച്, സെക്കൻഡിനെ പറ്റിച്ച്, ആള് മാറാട്ടത്തിൽ വോട്ട് ചെയ്തങ്ങ് പോയി. വന്നയാള് യഥാർത്ഥ വോട്ടറാണ്. അദ്ദേഹം നോക്കുമ്പോൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പോലും ഞാൻ വോട്ട് ചെയ്തു പോയില്ല, ഇനി പറ്റില്ല എന്ന് പറയുമ്പോൾ പുള്ളി പറയില്ല, എൻ്റെ വോട്ടവകാശം ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് എൻ്റെ അവകാശം തരണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയണം പരിഹാരമുണ്ട്. അതാണ് ടെൻഡേഡ് വോട്ട്. ടെൻഡേഡ് വോട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആ 21A രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ ചെയ്തു പോയില്ലേ അയാളുടെ ഇത്. അപ്പൊ 21A രജിസ്റ്ററിൽ അപ്പൊ നമ്മൾ കുറിച്ചു വെക്കണം ടെൻഡേഡ് വോട്ട്. ഒരു വര ഇട്ടിട്ട് ടെൻഡേഡ് വോട്ട് വന്നു കഴിഞ്ഞാൽ 21A രജിസ്റ്ററിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. പകരം 21B എന്ന് പറഞ്ഞ ഒരു ഫോം ഉണ്ട്, ആ ഫോമിൽ രേഖപ്പെടുത്തണം. എഴുതിയ എല്ലാവരും എഴുതിയ 21B എന്ന് പറഞ്ഞ ഫോമിൽ രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി മെഷീനിൽ വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ടെൻഡേഡ് വോട്ടിന് വേണ്ടി ഒരു ബാലറ്റ് പേപ്പർ തന്നിരിക്കും. 10-15 ബാലറ്റ് പേപ്പർ തന്നിരിക്കും. അത് പ്രിസൈഡിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് ആരോ ക്രോസ് മാർക്ക് ഉണ്ടല്ലോ, പഴയ കാലത്ത് വോട്ട് ചെയ്യുന്ന ആരോ ക്രോസ് മാർക്ക്, ഈ ടെൻഡേഡ് ബാലറ്റ് പേപ്പറും ആരോ ക്രോസ് മാർക്കുമായിട്ട് ഇയാളെ എങ്ങോട്ട് വിടണം? വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് വിടണം. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് ആക്ടിവേറ്റ് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ഒരു വോട്ട് ബാലറ്റിലും കുത്തും. മിടുക്കനാണെങ്കിൽ അയാൾ തെളിഞ്ഞിരിക്കുക എന്ന ബാലറ്റ് യൂണിറ്റിൽ ഒരു വോട്ട് ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ടെൻഡേഡ് വന്നാൽ 21A രജിസ്റ്ററിൽ എൻട്രി പാടില്ല. പകരം 21B എന്ന് പറഞ്ഞ ഫോമിലാകാം, മെഷീനിൽ വോട്ട് ചെയ്യാനും പാടില്ല. ഇത് തിരിച്ചു കൊണ്ടുവന്ന് പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിൽ തരണം. ഈ വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ അത് കവറിലിട്ട് സൂക്ഷിക്കുക. സാധാരണ നിലയിൽ ഒരു എണ്ണുന്ന ഇതിൽ എടുക്കില്ല ഇങ്ങനെ കിട്ടുന്ന ഈ ടെൻഡേഡ് വോട്ട്. പിന്നെ വിഷയം കോടതിയിലൊക്കെ പോയി ടൈപ്പായി കഴിയുമ്പം രണ്ട് കൂട്ടർക്കും ഒരേ കണക്ക് വോട്ടായി കഴിയുമ്പോൾ കേസായി, പ്രശ്നമായി, കോടതിയിലൊക്കെ പോയി കോടതി ടെൻഡേഡ് വോട്ട് എണ്ണാൻ പറയുകയാണ് എങ്കിൽ മാത്രം എണ്ണത്തിട്ടു. അപ്പൊ ടെൻഡേഡ് വോട്ട് മനസ്സിലായല്ലോ. പുറകിൽ നിന്ന് രണ്ടുപേരെന്താ പറഞ്ഞ ടെൻഡേഡ് വോട്ട് പറഞ്ഞ ശരിയല്ലെന്നാണ് പറഞ്ഞ? അല്ല, കറക്റ്റ് തന്നെയാണല്ലോ. നിങ്ങൾ 3 പേരും തന്നെ ഞാൻ കണ്ടായിരുന്നു. ഇനി ഇത് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കല്ലുകടിയൊന്നും പറയാൻ പറ്റത്തില്ല. കണ്ണ് കാണാത്ത അവശരായിട്ടുള്ള ആരെങ്കിലും വരികയാണ് എങ്കിൽ എന്താണ്?
പറ. ഒരു കമ്പാനിയനെ അനുവദിക്കാം. പക്ഷേ കമ്പാനിയൻ ഒരു ഡിക്ലറേഷൻ ഒപ്പിട്ട് തന്നിരിക്കണം. ആ ഡിക്ലറേഷനിൽ പറയുന്നുണ്ട്, ഞാൻ ഈ വന്ന കണ്ണു കാണാൻ വയ്യാത്ത ഈ ഒരു വോട്ടർക്ക് വേണ്ടി മാത്രമാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ കമ്പാനിയനെ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ കമ്പാനിയനെ അനുവദിച്ചെന്നും പറഞ്ഞ് ഏതെങ്കിലും ജംഗ്ഷനുമാർ ഇങ്ങനെ നിൽക്കുക, ആർക്ക് വേണമെങ്കിലും ഞാൻ കമ്പാനിയനായിട്ട് വരാം, അങ്ങനെ പറ്റത്തില്ല. ഒരു കമ്പാനിയൻ ഒരു തവണ ഒരവസരം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കമ്പാനിയനെ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി എന്താ, സഹായിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും കേസ് കണ്ണു കാണാത്ത അവശരായിട്ടുള്ളവർ കമ്പാനിയനുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വിവരം ഫോം നമ്പർ 22-ൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, എങ്ങോട്ടും പോയില്ലല്ലോ. ഈ മൊബൈൽ ഫോണൊക്കെ കയ്യിലുണ്ടോ ഞാൻ ശ്രദ്ധിക്കുന്ന, ഇടക്ക് മൊബൈൽ കുത്താൻ പോകും, അങ്ങനെയൊന്നും പോരുത്. ഇനി എന്താ പറയുന്ന, ഇലക്ടേഴ്സ് ഡിസൈഡിങ് നോട്ട് ടു വോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വോട്ടർ കടന്നു വന്ന് ഈ ഫോർമാലിറ്റീസ് ഒക്കെ പാലിച്ച്, ഏതാ പോളിംഗ് ഓഫീസർ ഫസ്റ്റിന്റെ അടുക്കൽ വന്നു, സെക്കൻഡിന്റെ അടുക്കൽ വന്നു, തേർഡിന്റെ അടുക്കൽ വന്നിട്ട് കമ്പാർട്ട്മെന്റിലേക്ക് പോകാൻ അങ്ങ് നിൽക്കുക. അപ്പോഴാണ് പറയുന്നത് ഞാൻ വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ പുള്ളിക്കാരനെ വോട്ട് ചെയ്യാൻ നിർബന്ധിക്കാനൊന്നും നമുക്ക് വരുന്നില്ല. വേണ്ടെങ്കിൽ വേണ്ട, വോട്ടാ ഒഴിക്കോ. അങ്ങനെ പോയാൽ നമ്മുടെ രജിസ്റ്ററിൽ ഒരു എൻട്രി വരികയും നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ ഒരെണ്ണം കുറയുകയും ചെയ്യും. അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ 24A എന്ന് പറഞ്ഞ ഈ ഫോം. കണ്ട, ഇതിപ്പോ മഞ്ഞയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കളർ മാറിയാൽ ഒന്നും പറയരുത്. നമ്മുടെ ആ ബുക്കിൽ 10-15 24A ഉണ്ടാകും. 10-15 ഉണ്ട്. എന്തിനാ ഇതിനും മാത്രം 10-15 ഒക്കെ വെച്ചിരിക്കുക. 24A എന്ന് പറഞ്ഞ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അക്കൗണ്ട് ഓഫ് വോട്ട്സ് എന്ന് പറഞ്ഞ ഈ ഫോം അറിയാമോ? ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും 24A ഒന്ന് അറിയാവുന്ന ഒരു കൈമുട്ടി പറഞ്ഞ. ആ താടിക്ക് കൈ കൊടുക്കാൻ വേണ്ടിയാണ് കൈ പൊട്ടിയത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ പൊട്ടി എന്നിട്ട് ഇങ്ങനെ പറ. 24A എന്താ അറിയാത്ത? നമ്മള് നിയമസഭാ ലോക്സഭയ്ക്ക് 17C കേട്ടിട്ടുണ്ടോ? അത് ഓർക്കുന്നില്ല. എല്ലാത്തിനും ഓർമ്മ കുറവാ. ബ്രഹ്മാരിഷ്ടം എന്തോ വാങ്ങി കഴിക്കണം. അപ്പൊ 24A എന്ന് പറഞ്ഞ ഒരു ഫോം ഉണ്ട്. അത് 10-15 എണ്ണം നമ്മുടെ ആ ബുക്കിൽ ഉണ്ടാകും. അത് നമ്മൾ തയ്യാറാക്കണം. എന്നിട്ട് വൈകുന്നേരം ഓരോ ഏജന്റിനും, ഓരോ സ്ഥാനാർത്ഥിയുടെയും ഓരോ ഏജന്റിന് ഇതിന്റെ ഓരോ കോപ്പി കൊടുക്കണം. 5 ഏജന്റുമാരുണ്ടെങ്കിൽ 5 സ്ഥാനാർത്ഥികളുടെ ഓരോ ഏജന്റ് വെച്ച് 5 എണ്ണം ഉണ്ടെങ്കിൽ അവർക്ക് ഓരോന്നും കൊടുക്കണം. പിന്നെ 2 എണ്ണം എവിടെ കൊടുക്കണം? തിരികെ വരുമ്പോൾ കൊടുക്കണം. അല്ലാതെ ഞങ്ങൾ ഏജന്റുമാർക്ക് കൊടുത്തുപോയി ഇനി വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് അവിടുന്ന് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ എത്ര 24A വേണ്ടി വരുമെന്ന് നമ്മൾ ആലോചിച്ചു കൊള്ളുക. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 35C ചട്ടപ്രകാരം വോട്ട് രേഖപ്പെടുത്താത്ത സമ്മതിദായകരുടെ എണ്ണം ചോദിക്കുന്നുണ്ട്. 4ാമത് ചോദിക്കുന്നുണ്ട് B ചട്ടപ്രകാരം വോട്ട് ചെയ്യുന്നതിൽ നിന്നും മാറ്റി നിർത്തിയ സമ്മതിദായകരുടെ എണ്ണം.